ഇതുകൊണ്ടാണോ ഇന്ന് മധുരപലഹാരം ഉണ്ടാക്കണത്? അതെ, ഇതാണ് ഏട്ടനോട് ഞാൻ പറഞ്ഞ സർപ്രൈസ്. മത്തങ്ങ 3 കിലോ ഉണ്ട്, അതിനുള്ള സാധനങ്ങളാണ് ഇപ്പോൾ എടുത്തു വെച്ചത്. ഓക്കെ. ഇതിൻ്റെ ഉള്ളിൽ കളർ നോക്കിയേ, ഇത് നല്ലോണം വെന്തു. ഇതാ നല്ല പൊടിയുന്നുണ്ട് സ്റ്റീം ചെയ്തത്. നമുക്കിതിനെ നല്ലോണം മിക്സ് ചെയ്യാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിട്ട് മാറ്റി വെച്ചതാണ് നേരത്തെ, അത് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സ്പൂണും കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ മത്തങ്ങ അലുവ റെഡിയായി. ഇതാ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വന്നു. കണ്ട, നമുക്ക് ഒരു 3 മണിക്കൂർ ഇത് സെറ്റാവണം. അടിപൊളി കറക്റ്റ് മരം. അതെ, എല്ലാം ഓക്കെയാണ്. അതെ, നമുക്കേ TV കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. എന്താ അടുക്കളയിൽ ചെറിയൊരു പണിയുണ്ട്. എന്ത് പണി? ഒരു മധുരമുള്ള സാധനം ഉണ്ടാക്കുന്നത്, അപ്പൊ ആയിട്ട് ഓടി വരുമല്ലോ. മധുരമുള്ള സാധനം ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ഈ മറ്റേ എന്താ ഒരു പഴഞ്ചൊല്ലില്ലേ, നെല്ല് പത്തായത്തിനുണ്ടെങ്കിൽ എലി ഏതോ വയനാട്ടിൽ നിന്ന് വരും എന്ന് പറയില്ല, അതേപോലെ സാധനം അവിടുന്ന് കാണിച്ചു തരാം. ഓക്കെ, പറയില്ല. ഇതുകൊണ്ടാണോ ഇന്ന് മധുരപലഹാരം ഉണ്ടാക്കണത്? അതെ, ഇതാണ് ഏട്ടനോട് ഞാൻ പറഞ്ഞ സർപ്രൈസ്. അത് ശരി. ഓക്കെ. അപ്പൊ ഇതുകൊണ്ടേ നമുക്ക് അലുവ ഉണ്ടാക്കാം. ഓക്കെ, അലുവ ഉണ്ടാക്കി നോക്കാം. അപ്പൊ അതിനുള്ള സാധനങ്ങൾ ഒരിക്കൽ ദുബായിൽ നിന്ന് ഉണ്ടാക്കിയില്ലേ? ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു 2-4 കൊല്ലം മുമ്പ് അല്ലേ? ഇപ്പൊ ഓർമ്മ വരുന്നേ. മത്തങ്ങയ്ക്ക് വേണ്ട സാധനങ്ങൾ ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. 1.5 തേങ്ങയുടെ പാലാണിത്. 1.5 തേങ്ങ എന്ന് പറഞ്ഞാൽ ഒരു തേങ്ങ ഒരു മുറിയും. അതിൻ്റെ പാല് എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കിലോ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്, 1/2 കപ്പ്. ഇത്ര ഇടില്ല, ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇത് അരിപ്പൊടി കുറച്ച്, പിന്നെ അണ്ടിപ്പരിപ്പ്, പിന്നെ കുറച്ച് മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മത്തങ്ങ 3 കിലോ ഉണ്ട്, അതിനാണ് അത് ഇടാനുള്ളതാണ്. ലാസ്റ്റ് ഞാൻ പറയാം ഇടുമ്പോൾ. പിന്നെ മത്തങ്ങ 3 കിലോ ഉണ്ട്, അതിനുള്ള സാധനങ്ങളാണ് ഇപ്പോൾ എടുത്ത് വെച്ചത്. ഓക്കെ, ഇനി നമുക്കിത് മുറിച്ച് ചെറിയ കഷ്ണാക്കി കൊണ്ടുവരാം. ഇത് മുറിച്ചപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കളർ നോക്കിയേ, എന്താ മഞ്ഞ കളറില്ലേ, നല്ല മൂത്തേക്കുന്നു അല്ലേ. ഇനിയിപ്പോൾ നമ്മളിത് ഇങ്ങനെ ഇത് വലുപ്പത്തിലെല്ലാം കട്ട് ചെയ്തു. അത് ഇത്രയുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതേ സ്റ്റീം ചെയ്യാം. പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം വെന്തു. ഇതാ നല്ല പൊടിയുന്നുണ്ട് സ്റ്റീം ചെയ്തത്. ഇനിയിപ്പോൾ നമുക്കിതിനെ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല വെന്തു. ശരിക്കും അരയ്ക്കാൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നുണ്ട് അല്ലേ, ഇങ്ങനെ ഉടച്ചാൽ മതിയെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അരച്ചാലേ പെട്ടെന്ന് ആയി കിട്ടുള്ളൂ. അതെ, ഇത് അരച്ച് നല്ല പേസ്റ്റാക്കി വെച്ചു. ഇനി നമുക്ക് പാത്രം വെച്ചിട്ട് നെയ്യ് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്. നമുക്കിത് പതുക്കെ ഇട്ട് കൊടുക്കാം. എന്താ കളറല്ലേ ഇത്, അടിപൊളി കളറ്. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിനെ നല്ലോണം മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ വെള്ളം ഒന്ന് വലിഞ്ഞ് പാൽ ഒഴിച്ച് കൊടുക്കാം. നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ എടുത്ത് വെച്ച കോൺഫ്ലവറും അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ഇത് കലക്കിട്ടയിൽ ഒഴിച്ച് കൊടുക്കട്ടെ. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ 1 ടീസ്പൂണ് അരിപ്പൊടിയും 4 ടീസ്പൂണ് കോൺഫ്ലവറും ആണ് ഇത് മിക്സ് ചെയ്തത്. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇത് പെട്ടെന്നൊന്ന് കട്ടിയാവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ശർക്കര ഒഴിച്ച് കൊടുക്കട്ടെ. അതിൽ ഇത് ഉരുക്കിയിട്ട് അരിച്ച് വെച്ച ശർക്കരയാണ് ഇതിൽ ഒഴിച്ച് കൊടുക്കുക. പാത്രം ഒന്ന് ഇളകുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്യാം. ഇനി പെട്ടെന്ന് കട്ട് ചെയ്ത് കിട്ടും. കോൺഫ്ലവറൊക്കെ ഇട്ടതല്ലേ, പെട്ടെന്ന് കട്ട് ചെയ്ത് കിട്ടും.
നമ്മളെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിട്ട് മാറ്റി വെച്ചതാണ് നേരത്തെ. അത് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് മുന്തിരി തോന്നിയിട്ടുണ്ട്, എനിക്ക് മുന്തിരി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കുറച്ച് ഐറ്റംസ് കൂടുതൽ ചേർത്തു. ഇത് ഏലയ്ക്കും പഞ്ചസാരയും കൂടി പൊടിച്ചിട്ട് അരിച്ച് വെച്ചതാട്ടാ, അത് ഇട്ട് കൊടുക്കുക. അത് പഞ്ചസാര തോനെയുള്ളതുകൊണ്ടാണ് തോനെ തോന്നിക്കുന്നത്. നേരത്തെ ഇത് വെക്കുമ്പോൾ ഒരു സ്പൂൺ ഇട്ടു, ഇപ്പോൾ ഒരു സ്പൂൺ കൂടി നെയ്യ് ഇട്ട് കൊടുക്കേ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ആ ഈ പരുവത്തിലായി, ഞാനും പരുവത്തിലായി. ചൂട് ഭയങ്കര ചൂടാ, ഇതിന്റെ ചൂടാട്ടാ, ചൂടാ. ഇനി ഒന്നും കൂടി ഇത് ഈ പാത്രത്തിനെ ഒന്നിങ്ങനെ ഇട്ട് വരണം. വേണ്ട, ഇത് നല്ല ഗ്ലേസിങ് എന്താ പറയാ, നമ്മുടെ കോൺഫ്ലവർ ഇട്ടില്ലേ, അതാണ് ഈ ഗ്ലേസിങ് കാണുന്നത്. കോൺഫ്ലവർ ഇല്ലെങ്കിലും ഇല്ലാത്ത കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി മാത്രം ഇട്ടാലും മതിട്ടാ. ഞാൻ കോൺഫ്ലവറും അരിപ്പൊടി ഇട്ടു, അരിപ്പൊടി കുറവും കോൺഫ്ലവർ കുറച്ച് കൂടുതലും ഇട്ടു, അത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ വെറും അരിപ്പൊടി ഇട്ടാലും മതി. ഇനി കുറച്ചും കൂടി ഒന്ന് കട്ട് ചെയ്യണം. ഏകദേശം ആയി വരുന്നു. അപ്പോൾ ഒരു സ്പൂണും കൂടി, നമ്മൾ 2 സ്പൂൺ നെയ്യേ ഇട്ടിട്ടുള്ളൂ, അപ്പോൾ ഒരു സ്പൂണും കൂടി ഇട്ട് കൊടുക്കുക, മതി. ടോട്ടൽ 3 സ്പൂൺ കേട്ടോ നെയ്യ് ഞാൻ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ മത്തങ്ങ അലുവ റെഡിയായി. ഇതാ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വന്നു, കണ്ടാ എണ്ണ കാണുന്നുണ്ട, നല്ല ഇതിൽ തെളിഞ്ഞ് വന്നു. ഇനി നമുക്ക് ഇവനെടുത്തിട്ട് പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. പാത്രം നിറച്ചുണ്ടായിരുന്നു, ഇപ്പൊ ശരിയല്ലോ അല്ലേ? എന്താ ഇതിങ്ങനെ ആക്കി കഴിയുമ്പോൾ എന്താ വര ഇങ്ങനെ കൂടാൻ പാടില്ല, അതാണ്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. എണ്ണ തെളിഞ്ഞു ഒന്നുകൊണ്ട, ആകെ 3 സ്പൂൺ എണ്ണ വെച്ചിട്ടുള്ളൂ. പിന്നെ തേങ്ങാപ്പാലും ഉണ്ടല്ലോ, അതെ നെയ്യ് 3 സ്പൂൺ ഒഴിച്ചു, പിന്നെ തേങ്ങാപ്പാലും ഉണ്ടല്ലോ, അതിൻ്റെ എല്ലാം കൂടി എണ്ണയാണ് ഇത്. ശരിക്കും ഇതൊന്ന് കോരി എടുക്കാൻ പറ്റൂ. ഓക്കെ വിത്തിന് നമുക്ക് ആ പാത്രത്തിലേക്ക് ഇട്ടിട്ട് സെറ്റ് ചെയ്യാം. ഒരുമിച്ച് വരും, അതാണ്. അങ്ങനെ നല്ലോണം സെറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ട നെയ്യൊക്കെ തെളിഞ്ഞ് മേലെ വന്നു. ഓക്കെ, ചെറുതായിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് എള്ളിട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഒരു 3 മണിക്കൂർ ഇത് സെറ്റ് ആവണം. ഇത് ഈ പാത്രത്തിൽ നിന്ന് പാകമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. കറക്റ്റ് പിടിച്ചു, ഒരു തരി ബാക്കിയില്ല അല്ലേ? കറക്റ്റായി. അപ്പോൾ ഇതൊരു 3 മണിക്കൂർ നമുക്ക് സെറ്റ് ആവാൻ വെക്കാം. പാത്രത്തിലാക്കി വെച്ചത് സെറ്റായിട്ടുണ്ട് കേട്ടോ. 3 മണിക്കൂറായി. ഇപ്പോൾ ഇതാ നോക്കിയാൽ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. കണ്ടാ നല്ല തണുത്ത് ഇതായിട്ട് ഒന്ന് നമുക്ക് ഒന്ന് ലൂസ് ചെയ്ത് ഇങ്ങനെ ഇളക്കി വെക്കാം. ഇളകി വരുന്നുണ്ട് കേട്ടാ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ നല്ല ഇട്ട് വെക്കുന്നുണ്ട്, കണ്ടാ. അങ്ങനെ നമ്മുടെ അലുവ സെറ്റായി. അടിപൊളി, കണ്ടാ. പാത്രത്തിനേക്കാളും വലുപ്പമുണ്ട്. അപ്പം നമുക്കിതിങ്ങനെ കഷ്ണമാക്കി എടുക്കാം. അപ്പം നല്ല ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, അത് കറക്റ്റ്. ഓക്കെ, ഇതിങ്ങനെ വെക്കുക. നല്ല സോഫ്റ്റുള്ള അലുവ റെഡിയായി.
ഇതൊക്കെ വേണ്ട നല്ല സ്പോഞ്ച് പോലെ ഉണ്ട് അല്ലേ? നല്ല ഇത് വേണ്ട നല്ല ചേട്ടന്മാണെങ്കിൽ ഒന്ന് പീസ് ടേസ്റ്റ് നോക്കിക്കോ. ആ ടേസ്റ്റ് നോക്കാലോ. ആ ഞാൻ ടേസ്റ്റ് നോക്കാം. ഒരു ടേസ്റ്റ് നോക്കിയോ. ചെറിയ കഷ്ണം നോക്കിയാൽ മതിട്ടാ. മധുരമൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. ഉണ്ട് മധുരമല്ലോ അടിപൊളി തവറ്റ മരം. അതെ എല്ലാം ഓക്കെ. ആ എന്ത് ടേസ്റ്റ് ഉണ്ടാ? അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ മത്തൻ ഹലുവ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വരാം അല്ലേ? അതെ. ഓക്കെ, ബൈ. ഓക്കെ.